നമസ്കാരം. എൻ്റെ പേര് ശശികുമാർ ചിറ്റകി എന്നാണ്. ഞാൻ 2024 മണപ്പള്ളിക്കാവ് ഭഗവതി വേല ആഘോഷത്തിൻ്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നു. നമ്മൾ ഇക്കൊല്ലത്തെ വേല 2024 ഫെബ്രുവരി 29 വ്യാഴാഴ്ചയാണ്. അതിവിപുലമായ പരിപാടിയോടുകൂടി തന്നെയാണ് വേല ആഘോഷിക്കപ്പെടുന്നത് ഈ വർഷവും. അപ്പോൾ 29-ാം തീയതി കാലത്ത് ഒരു നല്ലൊരു കാഴ്ചശീവേലി തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. ഒരു 15 ഗജവീരന്മാരാണ് നമുക്ക് വേലയ്ക്ക് അണിനിരക്കാൻ വേണ്ടി എത്തുന്നത്. ഈ കാഴ്ചശീവേലിക്ക് മാറ്റുകൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇലഞ്ഞിത്തറ മേളത്തിൻ്റെ പ്രമാണിയായിട്ടുള്ള കിഴക്കൂട്ട് അനിയന്മാരാണ് ഇതിൻ്റെ പ്രമാണം വാദ്യ നേതൃത്വത്തിൽ. അപ്പോൾ ഈ അദ്ദേഹത്തിന് കൂടെ 84 കലാകാരന്മാരാണ് ആ മേളം ഒരുക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് നമുക്ക് വൈകുന്നേരമാണ് നമ്മുടെ ഭഗവതിയുടെ തട്ടകത്തിൽ അമ്മ മക്കളെ കാണാൻ വേണ്ടി പുറപ്പെടുന്നത്. അത് സത്യം പറയുകയാണെങ്കിൽ ഈ പാലക്കാട് പ്രശസ്തി ആർജിച്ച ഒരു പഞ്ചവാദ്യം തന്നെയാണ് കോട്ടമൈതാനിയിൽ നടക്കുന്ന പഞ്ചവാദ്യം. അത് കാണാൻ തന്നെ നിരവധി ദേശങ്ങളിൽ നിന്നും ആളുകൾ അവിടെ എത്തിച്ചേരാറുണ്ട്. അപ്പോൾ നമ്മുടെ പഞ്ചവാദ്യം ഒരു 5 മണിക്കാണ് നമ്മുടെ കോട്ടമൈതാനിയിൽ ആരംഭിക്കുന്നത്. ഒരു 65-66 കലാകാരന്മാരെ അണിനിരക്കുന്ന ഒരു ഗംഭീര പഞ്ചവാദിയാണ്. അത് നേതൃത്വം കൊടുക്കുന്നത് പരക്കാട് തങ്കപ്പന്മാരാരും ശ്രീ കോങ്ങാട് മധുവും ഒക്കെ, പിന്നെ കൃഷ്ണവാര്യർ മദ്ദളം, ഇവരൊക്കെ നേതൃത്വം നിൽക്കുന്ന അതിഗംഭീരമായ പഞ്ചവാദ്യം തന്നെയാണ് ഒരുക്കുന്നത്. അവിടെ 15 ആനകൾ നിരക്കും. അതിനു പുറമെ തട്ടുമേൽ കൂത്ത്, പൂക്കാവടി, തിറയാട്ടം, തമ്പോലം തുടങ്ങിയ വാദ്യമേളങ്ങളോട് കൂടിയിട്ടാണ് നമ്മുടെ ആ വേല നടക്കുന്നത്. ഈ വേലയ്ക്ക് മുന്നോടിയായിട്ട് നമ്മൾ 16-ാം തീയതി കൊടിയേറ്റം നടക്കുകയാണ്. 16-ാം തീയതി കൊടിയേറ്റം നടന്നു കഴിഞ്ഞാൽ അന്ന് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് നടന്നതുപോലെ തന്നെ ഇത്തവണ ഒരു കണ്യാറ് കളി കൂടി അന്ന് സംഘടിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു കണ്യാറ് കളി അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിറ്റേ ദിവസം 17-ാം തീയതി തന്നെ നമ്മുടെ കലാപരിപാടികളുടെ ഉദ്ഘാടനമാണ് നടക്കുന്നത്. നമ്മുടെ മലബാർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ശ്രീ M.R. മുരളി അവർകളാണ് ആ കലാപരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. വിശിഷ്ടാതിഥിയായിട്ട് നമ്മുടെ നഗരസഭ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ അവർകളുണ്ട്. പിന്നെ നമ്മുടെ വാർഡ് കൗൺസിലറുണ്ട്. മറ്റ് അംഗങ്ങൾ, മലബാർ ദേവസ്വം ബോർഡിലെ അംഗങ്ങൾ കൂടി അതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. അത് നല്ല പരിപാടി. അതിനുശേഷം ഒരു കലാപരിപാടികൾ ആരംഭിക്കുകയാണ്, നൃത്യങ്ങൾ. ഓരോ ദിവസം ഓരോ പരിപാടികളായിട്ട് നമുക്ക് 26-ാം തീയതി വരെ പുറത്ത് കെട്ടിയിട്ടുള്ള സ്റ്റേജിലാണ് പരിപാടികൾ നടക്കുന്നത്. നാടകമുണ്ട്, ബാലയുണ്ട്, പിന്നെ അതിഗംഭീര ഗാനമേളയുണ്ട്, സിനിമാ താരത്തിൻ്റെ ഒരു നൃത്തമുണ്ട്. ഞാൻ ഓരോ പരിപാടിയായിട്ട് അങ്ങനെ പോകുന്നില്ല. എങ്കിലും ഇത്രയും നല്ല പരിപാടികൾ നമ്മൾ ഈ ഉത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഉത്സവത്തിന് മുന്നോടിയായിട്ട് ഏർപ്പാടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ പുറമെ ഈ ക്ഷേത്രത്തിൽ 29-ാം തീയതി വേലയ്ക്കെത്തുന്ന ഭക്തജനങ്ങൾക്കൊക്കെ എല്ലാവർക്കും അന്നദാനം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് വലിയ കാര്യം. അതിവിപുലമായ രീതിയിൽ തന്നെയാണ് അതിൻ്റെ സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. തീർച്ചയായും കാലത്ത് 9:30 മണിക്ക് തന്നെ ആ അന്നദാനം ആരംഭിച്ച് വൈകുന്നേരം 3 മണി വരെ അത് ഇടതടവില്ലാതെ കൊടുക്കുവാനുള്ള സംവിധാനം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അതിന് വേണ്ട വളണ്ടിയേഴ്സും മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ അണിനിരത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഉത്സവം മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും നിങ്ങളുടെയൊക്കെ സഹകരണം നമ്മുടെ ഈ ഉത്സവത്തിന് ഉണ്ടാകണം എന്നുള്ളതാണ് വലിയൊരു അഭ്യർത്ഥന.